മരണസംഖ്യയ്ക്കപ്പുറം സമാനതകളില്ലാതെ ദുരിതങ്ങളുടെ ദയനീയ മുഖമാണ് 10 ദിവസത്തിലേറെയായി തെക്കു പടിഞ്ഞാറൻ ചൈനയെ അക്ഷരാർത്ഥത്തിൽ മുക്കിക്കൊല്ലുന്ന പ്രളയത്തെ ലോകശ്രദ്ധയിലെത്തിക്കുന്നത്. മരണസംഖ്യ കുറവാണെങ്കിലും ഗിച്ചോ പ്രവിശ്യയിൽ റോജിങ് കൗണ്ടിയിൽ നിന്നു മാത്രം ഇതുവരെ മാറ്റിപ്പാർപ്പിക്കപ്പെട്ടത് 45,000-ഓളം പേരെയാണ്. തോരാമഴയിൽ നദികൾ കൂടിയതിന് പുറമെ ലോകത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുള്ള ഗേങ്സിംഗ് നദിയിലെ ത്രീ ഗോർജ് ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടു. ഉത്പാദനത്തിന് ഒപ്പം പ്രളയ പ്രതിരോധവും മുഖ്യ ലക്ഷ്യമായ ത്രീ ഗോർജസ് എന്ന ചൈനയ്ക്ക് മേൽ ജലഭീകരനായി അവതരിപ്പിക്കുകയും ചെയ്തു. വിധേയത്വം വിശ്വസ്തതയും സംശയിച്ച് പ്രസിഡന്റ് ഷീ ജിങ് പിങ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ ഏറ്റവും മുതിർന്ന ജനറൽമാരെ പോലും പിരിച്ചുവിടുകയും തടങ്കലിലാക്കുകയും ചെയ്ത് ഇവിടെയാണ്. PLAയുടെ റോക്കറ്റ് ഫോഴ്സ് മേധാവികളിൽ പലരെയും കാണാനില്ല. സാമ്പത്തിക തകർച്ച ചൈനയെ മരണക്കുരുക്കിലാക്കിയിരിക്കുന്നു. 10,000-കണക്കിന് ചെറുപ്പക്കാർ തൊഴിൽരഹിതരായി സർക്കാരിനോടുള്ള പ്രതിഷേധം മനസ്സിലടക്കി തെരുവിലലയുന്നു. പ്രകൃതിയുള്ള ശിക്ഷ കണക്കെ തുടരുന്ന പേമാരിയിൽ പ്രവിശ്യകൾ ഓരോന്നും മുങ്ങുമ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യമൊന്നു മാത്രം: ചൈനയ്ക്ക് മേൽ വർഷിക്കപ്പെടുന്ന തോരാ ദുരിതങ്ങൾക്ക് അവസാനമെവിടെ?